എന്താ ഐശ്വര്യം. അച്ഛാ, മിനിഞ്ഞാന്ന് ഞാനൊരു 10 കിലോ ബീഫ് വാങ്ങിച്ചു. അത് അന്ന് ഞാൻ കറി വെച്ചു. ആ കറി മിച്ചം വന്നത് ഇന്നലെ ഞാൻ റോസ്റ്റ് ആക്കി. ആ റോസ്റ്റ് മിച്ചം വന്നത് ഇന്ന് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഈ ഫ്രൈ മിച്ചം വന്ന അത് വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ ഫ്രൈ ആക്കാനുള്ള ഇട വരുത്തരുതേ. ഈ മുഖം കണ്ട ആരെങ്കിലും പറയുമോ പോത്ത് കുത്തി ചത്താണെന്ന്? സത്യം, പല്ല് ചലിച്ച്. അത് പല്ല് സരസരാട്ടാ, അവിടെ കിസ് കൊടുത്തത്. ആഹാ, കൊടുത്തോ ആഞ്ഞു കൊടുത്തോ. ആ സീറ്റേ നല്ല ഐശ്വര്യമുള്ള സീറ്റാ. അവിടെ ഇരുന്ന് പ്രേമിച്ചവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക. പ്രേമ പോയി, ആ കൂടെ നിന്റെ പ്രേമവും പോയി. അങ്ങോട്ട് നോക്കിക്കേ, ആ ചൊര ഇറങ്ങി വരുന്നവരെ കണ്ടുപിടിക്കണം. നമുക്ക് നെന്മാറ വേലക്ക് പോയാലോ? ആ വേല കയ്യിലിരിക്കട്ടെ ഹരിയേട്ടാ. ശരി. സുന്ദരേട്ടാ, ഓ ഒരുണ്ടാ ഉണ്ട് ഒരെണ്ണം. സാമ, ഓ നനക്കെന്താണ്? അതന്നെ മതി എനിക്കൂ. സുന്ദരേട്ടാ, ഓ ഓരുണ്ട ഇവിടെ. ഗുഡ് മോർണിംഗ് ഫാദർ. ഇന്ന് സ്നാനം കഴിച്ചില്ലേ കുഞ്ഞാടെ? എന്താ കുളിച്ചില്ലേന്ന്? പോയി കുളിക്കടാ. നാളെ ചായ എടുക്കട്ടെ അച്ചു? ഈശോ മിശിഹായ്ക്ക് ചായ എടുക്കണ്ട, എനിക്ക് ഒരു ചായ എടുക്കും. അച്ഛനൊരു ചായ. സുന്ദരോ, എന്താ അച്ചു? നീ ഇന്നലെ കൊടുത്തുവിട്ട ബീഫ് റോസ്റ്റ് ഇല്ല, അത് മിനിഞ്ഞാത്തെ ബീഫ് കറിയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അത് കഴിച്ചേ പിന്നെ എന്റെ വയറ്റിനകത്തൊരു അസ്വസ്ഥത. അല്ല, അങ്ങനെ വരാനായിട്ട്. പക്ഷെ ഇന്ന് കൊടുത്തുവിട്ട ബീഫ് ഫ്രൈ നന്നായിരുന്നു. കണ്ടോ പോത്തച്ച? സുന്ദര, എന്തോ? നീ അച്ഛന് ഫ്രീ ആയിട്ട് ബീഫ് കൊടുത്ത് മയക്കിക്കോ. നിന്റെ ഫുഡ് കൊള്ളില്ല എന്ന് പിള്ളേരുടെ ഇടയിൽ വ്യാപകമായിട്ട് പരാതിയുണ്ട്. അതാരാ പറഞ്ഞു? ഞാൻ കിച്ചണിൽ നോക്കിട്ട് വരട്ടെ. എന്തിനാ കിച്ചണിൽ നോക്കുന്നേ? അങ്ങനെ വ്യാപകമായ പരാതിയൊന്നുമില്ല, പക്ഷെ ഇവിടുന്ന് കഴിക്കുന്നവർക്ക് പരാതിയുണ്ട്. അതാ എനിക്ക് ഡൗട്ട് അടിച്ചത്. ഒരു കുഴപ്പമില്ല അച്ചോ. അല്ല, ഇവിടെ പോത്തച്ഛനോട് പറഞ്ഞാണേ. ഹലോ അച്ചോ, ഒന്ന് ഇളക്കണോ? ഏയ്, ഇളക്കണില്ലേ അച്ചോ? ബീഫ് കറി, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ നീ ഉണ്ട്. നല്ല മണം. അകത്ത് മസാല വർക്കണ്ട? അതെ, ഒരു മസാല വറുത്തോണ്ടിരിക്കുക. അതേത് മസാല? നല്ല മസാലയാ. ആ മസാല നല്ലവണ്ണം മൂപ്പിച്ച് ഡ്രൈ ഫ്രീ ആക്കി ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഫ്രഷ് ആണോ? ഫ്രഷ്. അച്ചോ, സഹിക്കാൻ പറ്റുന്നില്ല അച്ചോ. എന്താ കണ്ടു വെക്കാൻ പറ്റുന്നില്ല അച്ചോ. വിശന്നിട്ടായിരിക്കും നീ. ആ നോക്കാം. എന്താടാ, എന്ത് പറ്റി? എടാ, എന്നാന്ന് വെച്ചാ പറ, അച്ഛൻ പരിഹാരം ഉണ്ടാക്കും. വരണ വഴിക്ക് റോഡിൽ ഒരു പോത്തിനെ പാഞ്ഞു വന്നിട്ട് ഇപ്പോഴൊരു ഒറ്റയിടി, തലയടിച്ച് നിലത്ത് വീണ് തല പൊട്ടി ചോരലിച്ച് പെടയണണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല അച്ചോ. സോറി മീട്ടു. ഈ മിണ്ടാ പ്രാണികൾക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല അച്ചോ. തടി മാത്രമേ ഉള്ളൂ, പിഞ്ചു മനസ്സാ. ഇവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഒരു ബീഫ് ഫ്രൈയും 5-6 പൊറോട്ട എടുത്തു. ബീഫ് വറ്റിട്ടെടുത്തോട്ടാ. ഒരു 5-6 പൊറോട്ട ബീഫേ. അതെ, പോത്തന്നെയല്ലേ സുന്ദരേട്ടാ? നീ പോത്താണ് കഴിച്ചാ മതി. ഇന്നലെ ഇവിടുന്ന് പോത്ത് കഴിച്ചിട്ടാ എന്റെ വയറിളകിയത്. ഇപ്പോഴത്തെ വയറിളൊക്കെ സൂക്ഷിക്കണം. ആക്കൂ, ടെക്ഫസ്റ്റിന്റെ കാര്യം മറക്കണ്ട. അച്ചോ, പൈസയുടെ കാര്യവും മറക്കണ്ട. ലോഡ് ആക്രമിച്ചു. ഇനി ഇവിടെ വല്ല ബാക്കി കാണുമോ? എത്ര മാസമായി? ആൺകുട്ടിയാ പെൺകുട്ടിയാ? ഗുഡ് മോർണിംഗ് അച്ചോ. നീ ആ ടെക്ഫസ്റ്റിന്റെ പ്രയർ സോങ് റെഡിയാക്കിയെന്ന് കേട്ടു. നന്നായിരിക്കും എല്ലാരും പറഞ്ഞു. താങ്ക് യു. അങ്ങനെയൊന്നുമില്ല അച്ചോ, പിന്നെ ഇവിടെ കോളേജിന് വേണ്ടി ഒന്ന് ബുദ്ധിമുട്ടിയതാ. ഗുഡ്. നീ ഒന്ന് മുളിക്ക കേക്കട്ടെ. ഈ പ്രോഗ്രാം നന്നാക്കണേ യേശു ദേവൻ തുണയാക്കണേ. അച്ഛൻ പിന്നെ ചെറിയ കല്ലൊക്കെ ഉണ്ട്. കല്ല്? അച്ഛൻ നോക്കണ അല്ല, ഒരു വലിയ കല്ല് കിട്ടുമോ നോക്കായിരുന്നു. വേണ്ട, എനിക്ക് നിന്നൊന്ന് കണ്ടേ പറ്റൂ. എത്ര കാലമെന്ന് വെച്ച ചക്കര നമ്മൾ അക്കരെ ഇക്കരെ എങ്ങനെ നിൽക്കുന്നു? നിനക്കാണെങ്കിൽ വാട്സപ്പിലൊരു കുന്തൂല്ല. സമയമാകുമ്പോ ഞാനൊരു ടോമിക്കുട്ടനുണ്ട്, ഒരു മാലാഖയെ പോലെ പ്രത്യക്ഷപ്പെടും. നിനക്കെന്നെ വിശ്വാസം ഇല്ല മുത്തേ? അയ്യോ മുത്ത, വിശ്വാസമില്ലഞ്ഞിട്ടല്ല അങ്ങനെ പറയല്ലേ. എന്നാ മുത്ത് എനിക്കൊരു ഉമ്മ വന്നേ. അയ്യോ, ഉമ്മയോ? ചുറ്റിനും കസിൻ സിസ്റ്റേഴ്സാ. എന്താണ്? ഒന്നുമില്ല. അറ്റൻഷൻ. ഊതറ, ശരിക്കും ഊതറ. ഊതറ, ശരിക്കും ഊതാൻ.
ഇനി അങ്ങനെ ഇത് വർക്ക് ചെയ്യാത്താണ്. 2 ദിവസമായിട്ട് കളക്ഷൻ വളരെ കുറവാണ്. താൻ എന്തിനാടോ എപ്പോഴും ഈ ലോഹം പൊക്കി കിടക്കുന്നത്? വെള്ളപ്പൊക്കത്തിന് ശേഷം ഇങ്ങനെയാണ് അച്ഛോ. ഇത്രയൊക്കെ പൊങ്ങിയോ? അച്ഛൻ റൗണ്ട്സിന് ഇറങ്ങിയതാ? ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് നടക്കുന്നത് നല്ലതാടോ. എന്നാ അച്ഛൻ പോയിക്കോ, ഞാനില്ല. അതെന്താ? ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നടക്കുന്നത് നല്ലതാടോ. എന്താ? നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. 5 കിലോമീറ്റർ എടുക്കാം. വരൂ. ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ഈ കോളേജിൽ അച്ഛൻ എല്ലാവർക്കും വലിയ പേടി. മാറി നിന്നിട്ട് എന്റെ അച്ഛനെ വിളിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഞാനും വിളിക്കാറുണ്ട്. സ്ട്രോങ്ലി ഗോ ടു യുവർ റൂം. അമ്മേ അച്ഛൻ എല്ലാവരും രാത്രി ഇറങ്ങി നടക്കുക. ഇതെന്താടാ തലയില്? ഷഡ്ഡി. തലയിലിടുന്ന ഷഡ്ഡിയാ? നാളെ ഇടാൻ വേറെ ഇല്ല. അപ്പൊ ഉണക്കാട്ടതാ. എക്സാം ടൈം ആയതുകൊണ്ടേ പെട്ടെന്ന് ഉണങ്ങും. തല നല്ല ചൂടില്. എന്നാ പെട്ടെന്ന് തന്നെ തലേന്ന് ദൂരിക്കോ, അല്ലെങ്കിൽ തലയുടെ ഉള്ളിലുള്ള ചെളി അതിൽ പറ്റും. സ്ട്രോങ്ലി ഇനി ഗോ ടു യുവർ റൂം. ഇത് വർക്ക് ചെയ്യുന്നില്ലേ? അങ്ങനെ പറയല്ലേ, ഒരേ ഒരെണ്ണം മതി പ്ലീസ്. അതിനുള്ള മാനസികാവസ്ഥയിലല്ലട ഞാൻ. എന്താ നിന്റെ പ്രശ്നം? എന്തായാലും എന്നോട് പറ. ഇന്നലെ നീ എനിക്ക് 500 റുപ്പീസിന് റീചാർജ് ചെയ്ത് തന്നില്ലേ? അത് മുഴുവൻ US ആന്റിനെ വിളിച്ചപ്പോ തീർന്നു പോയടാ. എനിക്കാണെങ്കിൽ ഇപ്പൊ അത്യാവശ്യമായിട്ട് ഫിലാഡൽഫിയയിലെ അങ്കിളിനെ വിളിക്കാനുള്ളതാ. ഓ അത്രേ ഉള്ളൂ. അപ്പോ നിന്റെ ടെൻഷൻ മാറ്റിയ എനിക്കൊരു വരും. ഓ ഷുവർ, എത്ര വേണേലും തരാം. എങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ 500 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാം. ഓക്കെ? അപ്പൊ പതിപോലെ എന്റെ 500ന്റെ കാര്യം ഓക്കെ. ഞാൻ ഒരു ഉമ്മ കൊടുക്കുന്നതോടെ അവന്റെ ഫിലാഡൽഫിയ തീരുമാനമായി. ഇവന്റെ ശബ്ദം കേട്ടല്ലോ ആരായാലും വീണോട്ടാ. എടാ ഒരു 500 രൂപ എന്നാടാ, നാളെ ATM എടുത്തരാം. അല്ല ഈ പാതിരാത്രിക്ക് എന്തിനാണ് നിനക്ക് 500 രൂപ? എടാ ആന്റി ഹോസ്പിറ്റലാടാ, ഒന്ന് റീചാർജ് ചെയ്യാൻ. അല്ല ഡിസ്ചാർജ്. സത്യം പറടാ, എന്തിനാ 500 രൂപ? എടാ അത് എടാ എന്റെ കാമുക്ക് ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാനാടാ. കാമുകിയ കാണാ എങ്ങനെ? അവൾക്ക് മുമ്പിൽ ഐശ്വര്യ റായ് പോലും തോറ്റു. ശരി, ഒരു കാമുകിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാമുകന്റെ ത്യാഗം ആയതുകൊണ്ട് പൈസ ഞാൻ തരാം. പക്ഷെ നാളെ തന്നെ ഐശ്വര്യയുടെ അഭിഷേക് ബച്ചൻ ഈ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അമരീഷ്പുരിയാവും. എന്താ വെച്ചു? ഓ താങ്ക് യുടാ. ആരുടെ കരിങ്കാലി അച്ഛൻ? എന്റെ വീട്ടുകാർ എനിക്ക് നല്ല പേരിട്ട് തന്നിട്ടുണ്ട്. ഫാദർ കോത്തി പറമ്പൻ. സോറി, ഫാദർ റാഫേൽ. നിന്റെ അപ്പം കെട്ടിയിരിക്കുന്നത് മുട്ടത്തുള്ള മറിയനെ തന്നെയല്ലേ? അച്ഛൻ നൈസായിട്ട് നിന്റെ തള്ളക്ക് അവര് നല്ല ദൈവകൃപയുള്ളവരായിരുന്നല്ലോ. ആക്കോ, ടെക് ഫെസ്റ്റിന് ഇനി അധികം സമയമില്ല. നിനക്കൊക്കെ എന്താ ഇവന്റെ കൂടെ പരിപാടി? അതിലൊക്കെ കമ്പുണ്ടായിരുന്നു, നീയൊക്കെ എവിടെയെങ്കിലും എത്തിയനെ. പോ അക്കുനെ ഇനി ഡിസ്റ്റർബ് ചെയ്യരുത്. അല്ല നീ എവിടെ പോന്നു? നീ ഇവിടെ ഇരുന്ന് പഠിക്ക്. അച്ചോ എനിക്ക് വിശക്കുന്ന അച്ചോ, പ്ലീസ്. രാത്രി 10 കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാലേ ദഹനക്കേടുണ്ടാവും. കൊയ്യാറായല്ലോ. എന്താ ഈ കറ്റാണ്ടോട്ട് വെച്ചതാ, പോയി കൂട്ടിക്കേറാ. ഇവന്മാരൊന്നും വെള്ളമടിക്കൂലേ? പിള്ളേരൊക്കെ നന്നായതാണോ അത് ഈ മെഷീൻ ചീത്തയതാണോ? പഴയതായച്ചോ, പൊടിയും പിടിച്ച്. ഞാൻ നോക്കട്ടെ. എന്താണ് വൈ